2018 പ്രളയം വന്നപ്പോൾ ഞങ്ങളോട് ഒന്ന് മാറി താമസിക്കണം, ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കി പൈസയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് വീട്ടിലേക്കൊന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ ചെയ്തുകൊണ്ട് കാര്യമില്ല, നമ്മളോടൊന്ന് മാറി താമസിക്കണം എന്നുള്ളതുകൊണ്ട് ഈ വീടിനൊന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അതായത് പിന്നെ നമ്മൾ വീടിനെ പറ്റി ചിന്തിച്ചില്ല. ഇനിയിപ്പോൾ ഒരു വീട് വെക്കണം, അതായത് നമ്മളെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ പോയാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവരെല്ലാവരും ഞങ്ങളെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയോട് കൂടി ഓരോ ദിവസം വീഡിയോ ഇടുകയാണ്. വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. വീടിൻ്റെ മോൾഭാഗം എല്ലാവരും കുറേ ദിവസമായി ഞങ്ങളോട് ചോദിക്കുന്നു ലൈവിൽ ഞങ്ങളെ വീടൊന്ന് കാണിച്ചു തരുമോ, വീടൊന്ന് കാണിച്ചു തരുമോ. അന്നേരം ഞാൻ വിചാരിച്ചു ഇന്ന് വീടിൻ്റെ വീഡിയോ ഒന്ന് ഹൗസ് എന്തെന്നാണ് പറയുക, ഹോം ടൂറായിട്ട് കാണിക്കാൻ വിചാരിച്ചു. പഴയ വീഡിയോസിലൊക്കെ കാണിച്ചിട്ട് അന്നേരം പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അന്നേരം മഴ ചാറുന്നുണ്ട്, പൊന്നൂസ് മഴയത്താണ്. അന്നേരം ഇതാണ് ഞങ്ങളെ കൊട്ടാരം. കൊട്ടാരം എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ മുന്നിൽ ഫുള്ള് ഷീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഫുള്ള് ഷീറ്റ് ഫുള്ള് തുണികളുമാണ് ഉണ്ടാവും. അത് ആരൊക്കെയോ ലൈവിൽ പറയണ്ടായിരുന്നു ആൾ താമസമില്ലാത്ത വീട് പോലെ ഉണ്ട് എന്നൊക്കെ പറയുണ്ടായി. പക്ഷെ നമുക്കുള്ളതിലല്ലേ നമുക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അതിങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കൊലായി ഉണ്ട് കേട്ടോ. കൊലയിലൊരു കുടയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ അക്വേറിയം ഉണ്ട്, അതിനകത്ത് കുറച്ച് മീനൊക്കെ. പിന്നെ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ജനലിൽ അടിച്ചു വെച്ചേക്കുന്നത്, ജനൽ വെച്ചിട്ടില്ല, അവിടെ പ്ലാസ്റ്റിക് ആണ് ഇവിടെ അടിച്ചേക്കുന്നത്. ഇനി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഹാളാണ്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു റൂമുണ്ട് കേട്ടോ. ഇവിടുത്തെ റൂമെന്ന് പറഞ്ഞാൽ ഈ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഈ റൂമിൽ കുറേ തുണികൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊരു മിഷ്യൻ ഉണ്ട്. പിന്നെ കുറേ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വലിയ കാര്യമായിട്ടൊന്നും ഈ റൂമിലില്ല. നമ്മളെ പഴയ സാധനങ്ങളൊക്കെയാണ് ഈ റൂമിൽ. പിന്നെ എന്തായാലും ഇവിടെ അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുള്ള് ഇങ്ങനെ തണുപ്പ് കയറുന്നുണ്ട്. കട്ടയക്കൂടെ നമ്മൾ ഫുള്ള് കാണുന്നുണ്ട്. കട്ടയക്കൂടെ ഫുള്ള് തണുപ്പ് കയറുന്നതുകൊണ്ട് നമുക്കിവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറത്ത് തണുപ്പ് മൊത്തം ഇതിലേക്ക് കയറും. തേക്കാത്തോട് പെട്ടെന്ന് തണുപ്പ് എടുക്കും. അതുകൊണ്ട് വേറെ ഒന്നും റൂമിൽ ചെയ്യാൻ പറ്റില്ല. അന്നേരം നമ്മൾ മഴയത്ത് ഇല്ലാത്ത തുണി കാറിയിടും, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിട്ട് അവിടെ. പിന്നെ നേരെ ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടെ ഒരു ഹാളാണ്. ഹാളിൽ അവിടെ ഇങ്ങനെ ചെറിയ ടേബിളുണ്ട്. പിന്നെ ഇത് അവിടെ കുഞ്ഞാപ്പൂൻ്റെ ഒരു തൊട്ടി തൂങ്ങുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങളൊരു കട്ടിലാണ്. ഇവിടെ ഞങ്ങൾ മൂന്നാളും കിടക്കും. ഞാനും കുഞ്ഞാപ്പും ഷാനും ഇവിടെ കിടക്കും. പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമുണ്ട്. ഈ റൂമിൽ കുട്ടികൾ കിടക്കുന്ന റൂമാണ് കേട്ടോ. ഈ റൂം മാത്രമാണ് കുറച്ച് ഷീറ്റ് കടിച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്നത്. ഇവിടെ ഇതാ പൊന്നൂസിന്റെയും ചക്കരന്റെയും കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. കാണിച്ചെടുക്കേ ഇതുണ്ട്. ഇതൊക്കെ പൊന്നൂസ് വരച്ചതാണ്, പൊന്നൂസ് ഉണ്ടാക്കിയത്. പിന്നെ അവളെ ടൈം ടേബിള്, മാർക്ക് എന്തൊക്കെയോ കുറെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ തവണത്തെയും മാർക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലാസ് ടെസ്റ്റിന് കിട്ടി, അത് നോക്കിയിട്ട് വേണം അവർക്ക് പഠിക്കാനെന്നുള്ള കണക്കൂട്ടല്. പിന്നെ ചക്കരന്റെ വീടൊക്കെ ഉണ്ട് കേട്ടോ ഒട്ടിച്ച് വെച്ചിട്ട്. കാണിക്കുന്നുണ്ടോ നീ? പൊന്നൂസ് ചിലപ്പോ കാണിക്കൂല, അതാ ചോദിച്ച് കാണിക്കുന്നുണ്ടോ നീ. ഈ മുറിയിൽ നിന്നാൽ ഇങ്ങനെ ഷീറ്റൊക്കെ വെച്ചിട്ട് ഞാൻ ഈ കുഞ്ഞാപ്പൂനെ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് ചെയ്താണ്. എന്താ വെച്ചാൽ പാമ്പൊക്കെ ഇതിൽ കൂടെയൊക്കെ പാമ്പ് കാര്യങ്ങളൊക്കെ എയർ ഹോൾസ് വഴി വരുമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ നെറ്റ് അടിച്ചു വെച്ചേക്കാണ് പാമ്പൊക്കെ വരാതിരിക്കും. ഈ ചുമരിൽ കൂടെ കയറുന്നൊരു പാമ്പുണ്ട്, അത് ഇങ്ങനെ കയറി വരും. ഈ കേൾക്കാത്ത വീടായതുകൊണ്ട് അതിന് കയറാൻ നല്ല സുഖമാണ്. അതിങ്ങനെ കയറി വരും. അതുകൊണ്ട് ഈ റൂം മാത്രം ഞങ്ങൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുഞ്ഞായിരിക്കുമ്പോൾ ചെയ്താൽ കേട്ടോ. കുഞ്ഞാപ്പൂടെ ഭയങ്കര എഴുതൽ പരിപാടികളൊക്കെയാണ്. കുഞ്ഞാപ്പൂൻ്റെ എഴുത്തൊന്ന് കാണിച്ചെടുത്ത എല്ലാവർക്കും. കുഞ്ഞാപ്പൂ എഴുതിയതെന്ന് കാണിച്ചെടുക്ക്. കുഞ്ഞാപ്പൂ എഴുതിയതാണ് കേട്ടോ അതൊക്കെ. ഞാൻ വാശി പിടിച്ച്. അത് പിന്നെ ഇതവിടെ ഒരു പൊട്ടലമാരുണ്ട് കേട്ടോ. ഈ അലമാരക്ക് ഡോറൊന്നും ഇല്ല. ഞങ്ങളെ പഴയ തുണികളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരു സാധനങ്ങളേ ഉള്ളൂ. അന്നേരം പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണുമ്പോൾ തന്നെ നമ്മളെ സ്ഥിരം എല്ലാവരും കാണുന്ന സ്ഥലമാണ് ഈ ഒരു ഏരിയയിലെ. ഈ ഒരു ഏരിയ നമ്മളെ അടുക്കള അല്ല, ഇതൊരു ഡൈനിങ് റൂം ആയിട്ടായിരുന്നു ഞങ്ങൾ എടുത്തത്. പക്ഷേ നമുക്ക് വീടൊക്കെ പണിത് വന്ന് അടുക്കളയിൽ കെട്ടാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ആയിപ്പോയി. കുറേ കണക്കൂട്ടലോട് കൂടി ചെയ്ത വീടായിരുന്നു. പക്ഷെ എല്ലാം പാളിപ്പോയി. പിന്നെ ഇവിടെ ഒന്നും അലമാരൊന്നും ഫിറ്റാക്കിയിട്ടില്ല. അതുകൊണ്ട് അത് ഈ ഗ്യാപ്പൊക്കെ ഇങ്ങനെ കിടക്കുന്നു. ഇവിടെയൊക്കെ തൽക്കാലത്തേക്ക് പ്ലാസ്റ്റിക്കൊക്കെ അടിച്ചു വെച്ചതാണ്. അന്നേരം ഇങ്ങനെയാണുള്ളത് അവസ്ഥ. പിന്നെ അത് കാണിച്ചിട്ടില്ല, അത് കാണിക്കാട്ടോ. ലാസ്റ്റ് കാണിക്കാം. അടുക്കള, പുറത്തടുക്കള. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ റൂം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു അലമാര ഉണ്ട് ഇവിടെ. ഈ അലമാരയിലാണ് നമ്മൾ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഈ അലമാരയിലാണ്. പിന്നെ ഇവരെ വേല് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ മുറിയിൽ നമ്മൾ ആദ്യം കിടന്നുകൊണ്ടിരുന്നത് ഈ മുറിയിലാട്ടോ. കട്ടിലിട്ടിട്ട് ഇവിടെ ഇങ്ങനെ കട്ടിലിട്ടിട്ടായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ മുറി കിടക്കാൻ അത്ര നല്ല മുറി എല്ലാം തോന്നിയത്. പക്ഷെ എപ്പോഴും ഈ മുറിയിൽ കിടക്കാൻ തുടങ്ങിയപ്പോൾ ഫുള്ള് ഞങ്ങൾക്ക് അസുഖങ്ങളായിരുന്നു. പിന്നെ കണ്ടോ ചുമരിൽ കണ്ടോ ഫുൾ ഇവിടെ കാണിക്കുവാനും കണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് നനവാകണ്ട. തൊട്ട് കഴിഞ്ഞാൽ കയ്യിലൊക്കെ വെള്ളമാവും. അതുപോലെ നനവിറങ്ങുന്നുണ്ട്. ഞങ്ങളെ വാർത്ത ആള്
ഞങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ മതി. ആകെ കൊളാക്കി വാർത്തിട്ട് ഒരു തുള്ളി വെള്ളം, പകുതി വെള്ളവും പുറത്താണ്. എല്ലാ കൊല്ലം 10,000-3000 രൂപേന്റെ പനവറവുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ജനൽ വെച്ചിട്ടില്ല, എല്ലാം പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇവിടുത്തെ ജനലൊക്കെ പ്ലാസ്റ്റിക് ആണ്. മൊത്തം അടച്ച് പൂട്ടിയതെന്ന് പറയാം. എന്താ വെച്ചാൽ വായു സഞ്ചാരം ഇല്ല, മൊത്തത്തിൽ അടച്ചു പൂട്ടി കിടക്കുന്ന ഒരു റൂമാണ് മൊത്തത്തിൽ. അതുകൊണ്ട് ഈ മുറിയിൽ കിടക്കാനും കാര്യങ്ങളും കഴിയില്ല. ഇവിടെ പിന്നെ ഇവരെ കുറെ പൗഡർ, മുടിക്കുത്തി, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ചക്കരേന്റെ കേട്ടോ. ചക്കരയാണ് ഇങ്ങനത്തെ ക്രഞ്ചീസ് സംഭവങ്ങളൊക്കെ. ഇത് ചക്കരയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ കുറച്ച് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഈ മുറി ഇനിയേ ഉള്ളൂ. ഈ 2 റൂമും ആ ഒരു ഹാളും കോലായി പുറത്തെ റൂമുമാണ് ഉള്ളത്. പിന്നെ അടുപ്പ്, ചെറിയ അടുപ്പ് പുറത്തുള്ളത്. എല്ലാവരും നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ആ അടുപ്പ്. അത് ഞാൻ കാണിച്ചു തരാം. അവിടെ ശാന്തം കുറച്ച് ചിലർക്ക് പണിയെടുക്കുന്നുണ്ട്. അടുപ്പ് അവിടെ കാണിക്കാത്ത, ലാസ്റ്റ് കാണിച്ചു തരാം. അതായത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതായത് ഇത് കണ്ടിട്ട് ഇനി ആരും ഒന്നും വിചാരിക്കണ്ട. ഇതുപോലത്തെ ഒരു വീടൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്തൊരു വൃത്തിയില്ലാത്ത വീട്, ഇതെന്തൊരു വീടാണെന്ന് ആരും ചിന്തിക്കേണ്ട. അവനവനുള്ളതിലാണ് അവനവന് ജീവിക്കാൻ പറ്റുള്ളൂ, താമസിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളെ വീട് ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത്, പിന്നെ നമ്മളെ വീട് നമുക്ക് സ്വർഗ്ഗമാണ്. എന്താ വെച്ചാൽ ഇതുപോലും ഇല്ലാത്ത ഒത്തിരി പേരുണ്ട് നമ്മളെ നാട്ടിൽ. ഇപ്പോൾ ഒന്നും വേണ്ട, ഉരുൾപൊട്ടി അവിടെ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി. എത്രയോ ഇഷ്ടംപോലെ കുറേ സമ്പാദിച്ചും കുറേ വലിയ വീടൊക്കെ കെട്ടി. പക്ഷെ എന്താ കാര്യമില്ല, ഒരു കാര്യമില്ല. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം പോയി. ഞങ്ങളെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഇത് നമുക്കുണ്ട് മുന്നിൽ ഇതേപോലെ എന്തും നമുക്ക് സംഭവിക്കാം എന്ന് പറയുന്ന അവസ്ഥയാണ് നമുക്ക് മുറ്റ ആകപ്പാട് ഇത്രയേ ഉള്ളൂ. ആകപ്പാടെ മുറ്റം എന്ന് പറയാൻ നമുക്ക് ഇതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ മുറ്റം. ഒരു നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുഴയാണ് കേട്ടോ. നേരെ പുഴയാണ് താഴെ. അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വശമൊന്നും നമുക്ക് ഫോട്ടോത്തിൽ എടുക്കാൻ പറ്റില്ല കേട്ടോ. വീടിൻ്റെ ഫ്രണ്ട് എടുക്കണമെങ്കിൽ നമ്മൾ പുഴയിൽ ഇറങ്ങി പോകണം, അല്ലെങ്കിൽ അക്കരെ പോകണം കേട്ടോ. അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് എടുക്കാൻ പറ്റില്ല. അത് വീടിൻ്റെ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. വീടിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ എങ്ങനെ പോലും എടുക്കാൻ പറ്റില്ല കേട്ടോ. വീടിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ കിട്ടില്ല, എങ്ങനെ പോലും കിട്ടില്ല. നോക്കിയിട്ട് ഇവിടുന്ന് കിട്ടാൻ നോക്കുമ്പോൾ കിട്ടില്ലല്ലോ, ഇല്ല, എങ്ങനെ പോലും കിട്ടില്ല. ഇനി ഇതാണ് നമ്മുടെ പുഴയിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയാണ്. ഞാൻ പറയുന്നത് കേട്ടില്ല, കുറച്ചാണ്. ഇതാണ് നമ്മളെ പുഴയിലേക്കൊക്കെ ഇറങ്ങി പോകുന്ന വഴിയാണിത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പുഴയാണ് കേട്ടോ. ഇപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങി പോലും നടക്കൂല, കാരണം നമ്മളങ്ങനെ ഇറങ്ങി പോകാറില്ല. അലക്കണമെങ്കിൽ മുകളിൽ കയറിയിട്ടാണ് അലക്കൽ. അവിടെ ഇത്രയും വെള്ളം ഉണ്ട്. ഇങ്ങനെ മേലെ വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ പുഴയിൽ. ഇപ്പം എല്ലാം കുറഞ്ഞാണ്. നമ്മളെ ലൈവിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മളെ അവസ്ഥ ഇതാണ് സിറ്റുവേഷൻ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വരെ ഉണ്ടായിരുന്നു വെള്ളം. അപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞു. ഇതൊക്കെയാണ് നമ്മളെ വീടും നമ്മളെ വീടിൻ്റെ അവസ്ഥകൾ. അത് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവരും ലൈവിൽ വരുന്നവരൊക്കെ പറയും ചേച്ചി ഒന്ന് വീട് കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത്. പഴയ വീഡിയോസ് കണ്ടവരാണെങ്കിൽ നമ്മൾ അറിയാൻ പറ്റും. പക്ഷെ അതത്ര ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കുറേ വ്യത്യാസങ്ങളുണ്ടാവും. എന്നാൽ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീടിൻ്റെ വീഡിയോ എന്ന് പറയാൻ. ഇത്രയൊക്കെ തന്നെയുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എല്ലാവരും പറയാമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞങ്ങൾക്ക് ഒരു വീട് വെക്കണം, ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. തന്നെ ഒരു ആഗ്രഹം കൊണ്ടാണ്. അന്നേരം എങ്ങനെയെങ്കിലും ഒരു വീടൊക്കെ വെക്കണം. ഈ വീട് ഇനി മാറി താമസിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ വീടിന് പിന്നെ ഒന്നും ചെയ്യാതിരുന്നത് കേട്ടോ. പിന്നെ 2018 പ്രളയം വന്നപ്പോൾ ഞങ്ങളോടൊന്ന് മാറി താമസിക്കണം, ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊരു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കി പൈസയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് വീട്ടിലേക്കൊന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ ചെയ്തുകൊണ്ട് കാര്യമില്ല, നമ്മളൊന്ന് മാറി താമസിക്കണം എന്നുള്ളതുകൊണ്ട് ഈ വീടിനൊന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അതായത് പിന്നെ നമ്മൾ വീടിനെ പറ്റി ചിന്തിച്ചില്ല. ഇനിയിപ്പോൾ ഒരു വീട് വെക്കണം. അതായത് നമ്മളെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ പോയാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവരെല്ലാവരും ഞങ്ങളെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയോട് കൂടി ഓരോ ദിവസം വീഡിയോ ഇടുകയാണ്. വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അങ്ങനെ കാണുന്നതുകൊണ്ട് മാത്രമേ നമുക്ക് വാച്ച് അവറിൽ വ്യത്യാസം വരുള്ളൂ. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നമുക്ക് വാച്ച് അവർ ഒരിക്കലും ആവില്ല. അത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നേരം ഞാൻ ഈ അടുക്കള ലാസ്റ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അന്നേരം നമ്മളിങ്ങനെ അടുക്കളേൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരണം കേട്ടോ. അകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാലാണ് നമ്മൾ അടുക്കള. ഇത് അവിടെ ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മളെ ചോറും കറികളൊക്കെ ഇപ്പം എല്ലാം ഇവിടെ തന്നെ വെക്കൽ. ചോറും കറിയൊക്കെ ഇവിടെയാണ്. ഇതാണ് നമ്മളെ പുറത്തുള്ള കുഞ്ഞടുക്കള. വേറെ കാര്യമായിട്ടുള്ള അടുക്കളയും കാര്യങ്ങളും നമുക്കില്ല. ഇതാണ് നമ്മളെ കുഞ്ഞടുക്കള കേട്ടോ. ഇനി ഇവിടെ കുറച്ച് മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മുറ്റുണ്ട്. നമുക്ക് പുഴയിൽ നിന്ന് വെള്ളം കയറുകയാണെങ്കിൽ ഈ ഭാഗത്ത് കൂടിയാണ് കേട്ടോ കയറുക. മുമ്പത്തെ അങ്ങനെ വരില്ല. പിന്നെ ഫുള്ള് തുണിമാറകളാണ് ഇവിടെ. അതുകൊണ്ട് അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഫുൾ തുണികളാണ്. വിറക് ഉണക്കുന്ന സംഭവമാണ് ഇത്. നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാവരും നമ്മളെ വിറക് ഉണക്കുന്നത്. അടുപ്പിൻ്റെ മുകളിൽ ഇതാ ഇങ്ങനെ തട്ടൊക്കെ അടിച്ചിട്ട് ഇത് ഷാമാട്ട കീറി വെക്കുന്നതാണ് കേട്ടോ. സിൽവറിൻ്റെ വിറകിൽ മുന്നേ സിൽവർ തോന്നിട്ട് കുറേ ആൾക്കാർക്ക് അറിയുണ്ടായില്ല. ഈ എസ്റ്റേറ്റിലൊക്കെ ഉണ്ടാകുന്നൊരു മരമാണ് കേട്ടോ. വലിയ മരം. ഈ കൊടിയൊക്കെ നടാൻ വേണ്ടി വെക്കുന്ന മരമാണ് കേട്ടോ. അതിൻ്റെയാണത്. അത് ഇവിടെ ഇങ്ങനെ കീറിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് 2 സെക്ഷനായിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് വീഡിയോസിൽ കാണാൻ പറ്റില്ല അധികമൊന്നും.
തന്നെയുള്ളൂ. ഓക്കെ.